ലെവലിൽ റീച്ച് ചെയ്തിട്ടുള്ള പാൻ ഇന്ത്യൻ ബ്രാൻഡ്സ് ആണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ആയിട്ട് വന്നില്ല. പിന്നെന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്ത? എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല. ഈ കാട്ടാക്കട എവിടെയാന്നുള്ള ഡയലോഗ് ആ ഒരു വീഡിയോയും ഭയങ്കര വൈറലായിരുന്നു. അതിന്റെ ഒരു കഥ എന്താ? അത് നിങ്ങൾ റിയൽ ലൈഫിൽ അങ്ങനെ എവിടെയാ ഇത്? എന്നാലും ഒരു ഫ്ലോപ്പ് ഐഡിയാസ് കൊണ്ടുവരുന്ന ആരാ? അങ്ങനെയല്ല, ഫ്ലോപ്പ് ഐഡിയാസ് കൊണ്ടുവരാറില്ല. ഇല്ല, എല്ലാവരും കൊണ്ടുവരണമെങ്കിൽ ഞാനേ തന്നെ കൊണ്ടുവന്ന് ഞാൻ തന്നെ റിജക്ട് ചെയ്ത് വിടും. എത്ര റിജക്ട് ഇല്ല, എണ്ണിയിട്ടില്ല. ഈ എല്ലാ കോണ്ടന്റ്സും റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണ്? അല്ലല്ല, കുടുക്കെ പിടിച്ച് കായൽ കൊണ്ടുവരണേ കൊണ്ട് സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോ എപ്പോഴെങ്കിലും പറയാറുണ്ട്? വായിക്കാനൊന്നുമില്ല, എഴുത്തൊന്നുമില്ല. ഭയങ്കര വലിയ ആൾക്കാരെ വലിയ പണിയൊന്നുമില്ല. പണിയില്ലാതൊന്നുമില്ല, ഇതെല്ലാം മനസ്സിലാലോചിച്ച് വെക്കണ്ടേ ഒന്നും വിടാതെ. അതെന്തോന്ന് സംസാരം? കൂട്ടത്തിലെ കോഴി ആരാ? നീ. കോഴി നിന്നെയോ? ഇല്ല, നമ്മളെ കൂട്ടത്തിൽ ഇല്ല, അങ്ങനെ ആളില്ല. ഉണ്ട്. കൂട്ടത്തിലെ റൊമാൻറ്റിക് ശരത്താണോ തോന്നുന്നു? കല്യാണത്തിന് മുന്നേ അവർ ഒരുമിച്ച്. അല്ല, അങ്ങനെ കൂട്ടുകാരല്ലേ? അവന്റെ വീട്ടിൽ പോ, അവന്റെ കുഞ്ഞിലെ. ഓയോ, കമന്റടി വിദഗ്ധൻ. കമന്റടി വിദഗ്ധൻ. ഞാൻ നല്ലൊരാൾ നടന്നോ? ഞാൻ പറഞ്ഞ കൊള്ളാം. അവരോട് പോയി പറയോ? നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ആൾക്കാരെ കുറിച്ച് പ്രത്യേകിച്ച് ഇൻട്രഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. അവരുടെ ഡയലോഗ്സ് തന്നെ ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് ചെയ്തിട്ടുള്ള പാൻ ഇന്ത്യൻ ബ്രാൻഡ്സ് ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അവരുടെ ഒറ്റ ഡയലോഗ് ഞാൻ പറയാം. മുനീറേ കണ്ണ് ചിമ്മ്. വന്നപ്പോൾ തന്നെ പറയാം, ഞങ്ങൾക്ക് കണ്ണ് ചിമ്മാൻ പറ്റില്ല, ഞങ്ങൾക്ക് കുറേ പ്രിപ്പറേഷനൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. വെൽക്കം. ഇവരൊക്കെ ഇൻട്രോവേർട്സ് ആണെന്നാണ് ഇവര് തന്നെ പറയുന്നത്. ആണോ? ശരിക്കും ഇൻട്രോവേർട്സ് ആണോ? എന്ത് അത്യാവശ്യം ഇതൊന്നും പെണ്ണാണാൻ വന്നിരിക്കുന്ന പോലെ, നാടിച്ച് കളം വരക്കുന്ന പോലെ. പക്ഷെ വീഡിയോസിൽ ഭയങ്കര എനർജറ്റിക് ആണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ പണ്ട് ചെയ്ത വീഡിയോസൊക്കെ ഇപ്പോഴും ട്രെൻഡിങ് ലിസ്റ്റിലാണ്. ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ കാണിച്ചു തരാം. കാരണം ഇപ്പൊ അത് ഫഹദ്ക്ക് അറിയാതൊരു ഫംഗ്ഷനിൽ വന്ന് ഇങ്ങനെ കണ്ണ് ചിമ്മാതെ ഇരുന്നു പോയി. ഇപ്പൊ ഫുൾ ആ വീഡിയോയിൽ മൊത്തം നിങ്ങളുടെ കമന്റ് ബോക്സ് മൊത്തം നിങ്ങളാ. ഏത് വീഡിയോ എന്ന് മനസ്സിലാക്കാണല്ലോ. മുനീറേ കണ്ണ് ചിമ്മേ. നിങ്ങളെ. പക്ഷെ ഈ വീഡിയോയിൽ ഭയങ്കര ചെറുതായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇത്ര വളർന്നു വലുതായി? അതിനുശേഷം ഞാൻ കണ്ടപ്പോ ഞാൻ വലിയൊരാള് എത്ര കഷ്ടപ്പെട്ടു മുട്ടൊക്കെ മടക്കി വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. എന്തിനെത്ര സീരിയസ് ആയിട്ടിരിക്കണേ? നമ്മള് വന്നിട്ട് കുറച്ച് സമയമായി. ആ വീഡിയോയിൽ ആരാത് ഡബ് ചെയ്തേ? മുനീറെ കണ്ണ് ചിമ്മ ഞാൻ തന്നെ. ഓക്കെ, ഇതെന്ത് ഈ പാൻ ഇന്ത്യൻ ബ്രാൻഡ്? നിങ്ങളൊരു പാൻ ഇന്ത്യൻ ലെവല് തുടക്കത്തിൽ ഇങ്ങനെ എയിം ചെയ്തതുകൊണ്ടിട്ട പേരാണോ? ആ സമയത്ത് ലാംഗ്വേജ് ഇല്ലാത്ത താല്പര്യമില്ലാതെ ലാംഗ്വേജ് ഇല്ലാത്ത വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ ക്ലിക്ക് ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇട്ടതാണ്. അങ്ങനെ ഹിന്ദിയിൽ നിന്ന് കോപ്പി അടിച്ചു ആദ്യം പരിപാടി നിർത്തി. മലയാളത്തിൽ തന്നെ നമ്മള് പിന്നെ സ്വന്തം ചെയ്തു. പേരങ്ങ് കണ്ടിന്യൂ ചെയ്തു. ആരിട്ട് ഈ ഒരു പേര്?
ഞാനും അവനും കൂടെ തന്നെ ആയിട്ട്. ഡിസ്കസ് ചെയ്തിട്ടതാണ്. അപ്പൊ ഒരു ഷെഫാണ് അതെ പ്ലസ് ഒരു ആക്ടറാണ്. ഇതെങ്ങനെ രണ്ടും കൂടെ മാനേജ് ചെയ്യുന്നത്? ഷെഫ് ജോലി ഇപ്പോഴും ഉണ്ടോ? ജീവിക്കണ്ട ജോലി ചെയ്തിട്ട് ഇതിൽ ആക്ട് ചെയ്യും. അപ്പൊ അവിടെ നിന്ന് ലീവ് എടുത്തു വന്നു. ആ അതെ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ലുലു ട്രിവാൻഡ്രം. ഓ, എന്തൊക്കെ ഉണ്ടാക്കും? പേസ്ട്രി മാത്രം. പേസ്ട്രി പേസ്ട്രി എന്താ പറഞ്ഞേ? പുട്ട് മാത്രം. ഓക്കെ. അപ്പൊ ഈ ഷെഫിന്റെ ജോബും ആക്ടിങ്ങും ഇതും തമ്മിൽ പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ ഇതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? ജീവിക്കണ്ടേ ആ, ജീവിക്കണം. പാഷനല്ല, മറ്റേ പാഷൻ. മറ്റേത് പാഷൻ. രണ്ടും പാഷനാണ്. ഇതെന്തിന് ഫോളോ പാഷൻ. ഓ, പല ടൈപ്പ് പാഷൻ ഉണ്ട്. എന്താ പാഷൻ? അങ്ങനെ അങ്ങനൊന്നുമില്ല. ആക്ടിങ് ആണോ? ആ, ആക്ടിങ്, ഡയറക്ഷൻ, റൈറ്റിംഗ്, ഫോട്ടോഗ്രാഫി എല്ലാം ഇഷ്ടം. അഖിൽ ഇപ്പോ കാനഡയിലേക്ക് പോവാണ്. അല്ല, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ലീവിന് വന്നതാ. എന്താ അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഹോട്ടലിലാണ്, മാരിയറ്റ് എന്ന് പറയുന്ന ഹോട്ടലിൽ. ഓ, നിങ്ങളൊക്കെ ആ ഒരു ഫീൽഡിലാണ്. എന്താ ചെയ്യുന്നേ? ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ കോണ്ടന്റ് ക്രിയേഷൻ അത്യാവശ്യം പണീസ് ഉണ്ടാക്കുന്നില്ലേ? വെറുതെ ഇരിക്കുന്ന പുള്ളി പറ്റുന്നത് ചിന്തിക്കണം, ബ്രെയിൻ വർക്ക് ചെയ്യണല്ലേ? ഈ ഒരു കോണ്ടന്റ് ക്രിയേഷന്റെ പിന്നിലുള്ള ആ ഒരു ബ്രെയിൻ, നിങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്കാണോ കോണ്ടന്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ മാത്രമാണോ? ഞാനും പുള്ളിയും കൂടെ തന്നെ. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഫോൺ വിളിച്ചൊക്കെ ചർച്ച ചെയ്യും. എല്ലാ ദിവസവും വിളിക്കും. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമാണ് പാൻ ഇന്ത്യൻ ബ്രാഞ്ച്. അതെ. ഞാൻ നിങ്ങളെ കുറിച്ച് താല്പര്യമില്ലാതെ സത്യം പറയും, ഇവര് പേടിപ്പിച്ചോണ്ടെന്നാണ്. ഇവര് ഇല്ല ഇൻട്രസ്റ്റ് ആയിട്ട് വന്നില്ല. പിന്നെന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്ത? എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല. വേറെ ആങ്കറിനെ വെക്കായിരുന്നു. ശരി. എത്ര നാളെ നിങ്ങള് കമ്പനി ആയിട്ടും? എങ്ങനെയാ നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ്? വലിയ കഥയാണ്. പറഞ്ഞു, നമുക്ക് കുറെ സമയം. വലിയ കഥ എന്ന് പറഞ്ഞാൽ ഞാനും അഖിലാണ് ഫ്രണ്ട്. നമ്മള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. ഞാൻ അവൻ വഴിയാണ് എനിക്ക് ഇതിനെ പരിചയം. ജോമോൻ എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടായിരുന്നു, ജോമോൻ ജോജർ, സിനിമയിലൊക്കെ ഉള്ള പുള്ളിക്കാരൻ വഴി എനിക്ക്. ഞാനും ജോമോനും ഒരുമിച്ച് പഠിച്ചു ഡിഗ്രി. അതുവഴി സുബിനെ പരിചയപ്പെട്ടു. സുബിൻ ടാർസൻ വഴി ഈ പുള്ളിയെ പരിചയപ്പെട്ടു. ഈ പുള്ളിയെ വഴി ഈ പുള്ളിയെ പരിചയപ്പെട്ടു. അങ്ങനെ നമ്മള് ഓക്കെ. അങ്ങനെ നിങ്ങൾ ഓരോ കണക്ഷൻ വഴി അവസാനം പാൻ ഇന്ത്യൻ ബ്രാഞ്ച് രൂപപ്പെട്ടു. ഇപ്പൊ എത്ര വർഷമായി കോണ്ടന്റ് ക്രിയേഷൻ? 2 വർഷമായി. ഈ 2 വർഷം മുന്നേ ചെയ്ത വീഡിയോസ് ആണ് ഇപ്പോഴും ട്രെൻഡിങ്ങില്. സാധാരണ നമ്മള് ഫിലിം ഡയലോഗ്സ് ഒക്കെയാണ് റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ. ഇപ്പൊ നിങ്ങളുടെ ഡയലോഗാ. സന്തോഷം, വളരെ നന്ദി. അപ്പൊ ഈ പണ്ട് ചെയ്തൊരു സാധനം ഇപ്പഴിങ്ങനെ ട്രെൻഡിങ് ആയിട്ട് വരുമ്പോ എന്താ ഫീൽ ചെയ്യുന്നേ? എങ്ങനെ ഇത് ട്രെൻഡിങ് ആവുന്നേ? ട്രെൻഡിങ് ആവുന്ന വെച്ചാൽ ഇത് മറ്റേ നമ്മുടെ ഓട്ടോ ഇല്ലേ, ഓട്ടോ അങ്ങനത്തെ വണ്ടികളുടെ ബാക്കിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിരിക്കും മുന്നീറെ കണ്ണു ചുമന്ന്. അങ്ങനെ വന്നാൽ ട്രെൻഡ് ആയത്. പിന്നെ എഡിറ്റിംഗിൽ മറ്റേ ഇൻസ്റ്റയിൽ എഡിറ്റിംഗ് കട്ടൊക്കെ വരുമല്ലേ, മുന്നീറെ കണ്ണു ചുമ. എന്തെങ്കിലും വീഡിയോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മുന്നീറെ കണ്ണു ചുമന്ന് കട്ടൊക്കെ വരും. അങ്ങനെ ട്രെൻഡ് ആയത്. ഇപ്പോഴും ട്രെൻഡായി. ഇപ്പൊ ഒരാള് ചുമ്മാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എവിടെയെങ്കിലും സോൺ ഔട്ട് ആയിട്ട് ഇരുന്നാലും അതിന്റെ കമന്റ് സെക്ഷൻ മൊത്തം നിങ്ങളുടെ ഡയലോഗ്സാ. അല്ല, അത് ഈ വണ്ടിയില്ലേ, കാറുകളിലേക്ക് ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും അടിക്കുന്നത് ഇട്ടിട്ട് ഈ മുനീറെ കണ്ണു വോയിസ് ഇടും. എന്നിട്ട് നമ്മളെ മെൻഷൻ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മുനീറെ കണ്ണു ചിമ്മെന്നുള്ള ഡയലോഗ് ഡബ് ചെയ്താരാ? ഞാനാണ്. എന്താ ആ ഒരു ഡയലോഗ് ആരാ എഴുതിയത്? സംഭവം എഴുതിയതല്ല, നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്തെ ഇത് ഇങ്ങനൊരു പ്ലാൻ ഇല്ലായിരുന്നു. മുനീറെ കണ്ണ് ചിമ്മ് എന്നുള്ള ഇങ്ങനൊരു കോണ്ടന്റ് ഉണ്ടായിരുന്നു. അതിങ്ങനെ എടുത്ത് പോയിട്ട് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യണേ, മ്യൂസിക് എല്ലാം മിക്സ് ചെയ്യണേ. അപ്പൊ ഒരു ഗ്യാപ്പ് വന്നു അവിടെ. ആ ഗ്യാപ്പിൽ ഞാൻ കണ്ണ് ചിമ്മുന്നുണ്ട്. അപ്പൊ ഫ്ലാറ്റ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ ഉമ്മയാണ് ഡബ് ചെയ്യേണ്ടത്. പുള്ളി വീട്ടിൽ പോയി. അപ്പൊ ഞാൻ തന്നെ ഇടാൻ സമയമായതുകൊണ്ട് ഞാൻ തന്നെ മുനിറയെ കണ്ണ് ചിമ്മ് എന്ന് പറഞ്ഞിട്ട് ഡബ് ചെയ്ത് ഇട്ട്. ഇല്ലടാ, അതെ, വിശ്വാസത്തിന് വേണ്ടിട്ട്. ഓക്കെ. പക്ഷെ അത് ഇത്ര വൈറലായി. കാരണം ചില വീഡിയോസിലൊക്കെ മുനീർ എന്നുള്ള പേര് ഇടക്കിടക്ക് വരുന്നുണ്ട്. ഞാനാണ് മുനീർ. അഭിനയിച്ചത് അല്ല, റിയൽ ലൈഫിൽ അങ്ങനെ അല്ലെങ്കിൽ ആ പേരിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടോ? പക്ഷെ എല്ലാ വീഡിയോസിലും വരുന്നുണ്ട്. ഓരോ പേരും ഓരോ വീഡിയോസിൽ കാണും. എന്തെങ്കിലും ഒരു പേര് കാണും. എന്തെങ്കിലുമൊക്കെ ഒരു പേരാണ്. അതേ പേര് ക്ലിക്ക് ആവാറുണ്ട്. പേരുകൾ ക്ലിക്ക് ആവും. കാരണം പഴയ ഒരു പേരാണ് മുനീർ. അങ്ങനെ കേട്ടോ, നല്ല പേരോ.
ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മുനീറിനെ പോലെ തന്നെ വൈറലായ മുജീബിന്റെ പേരിന്റെ വീഡിയോ കാണിച്ചു തരാം. മക്കളെ Full screen ആ. മേടിച്ചോണ്ടോ പോയിട്ടാ പോയിട്ടാടാ പോയിട്ടാടാ മക്കളെ പൈസ ചേരിക്കയില് എന്തോ ഇത്തിരി ഉമ്മ വിളിച്ചോണ്ട് വാടാ. ഇതേതാ ഈ വേണം ഇതവന്റെ അനിയ മുജീബ്. മക്കളെ ഓണത്തിന് ഉമ്മ വിളിച്ചോണ്ടാ പോയിട്ട് മക്കളെ എന്നാ മുജീബേ കട കട ഇത് എവിടെയാടാ ഇതും ഒരു ഗ്യാപ്പില് ഫില്ല് ചെയ്തതാണോ? സത്യം പറഞ്ഞാ മുനീറിന്റെ സ്പിൻ ഓഫാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം എന്റെ ലൈറ്റ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളിയോട് മുട്ടുകുത്തിയെന്ന് അവിടെ നിൽക്കാൻ പറഞ്ഞു, ഞാൻ നിൽക്കും പോലെ. അപ്പൊ പുള്ളി ഫിഗർ പിടിച്ചപ്പോ എനിക്ക് ചിരി വന്നു, ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നിക്കി അങ്ങനെ ഒരു ക്യാരക്ടർ അപ്പൊ ഉണ്ടാക്കാം. അങ്ങനെ പുള്ളിക്ക് ഒരു ചെരുപ്പ് എടുത്തു കൊടുത്തു, അതുപോലെ നിക്കറൊക്കെ കയറ്റി ഇടിയിച്ചു, അവിടെ കൊണ്ട് നിർത്തി. എന്നിട്ട് മുനീറിന്റെ എന്തായാലും മുജീബ് ആയിരിക്കുമല്ലോ, അങ്ങനെ പിന്നെ മുജീബ് എന്തെങ്കിലും വേണമല്ലോ, അപ്പൊ കണ്ണു ചിമ്മെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ കഥവ് അടാന്നുള്ള പ്രാസം പിടിച്ചിട്ട് അങ്ങ് ചെയ്തു. അതാരാ ഡബ് ചെയ്തേ? അത് ഞാൻ തന്നെ, എല്ലാം എന്റെ സൗണ്ട്. ഒരുമ്മയല്ലേ, ഒരുമ്മയുടെ മക്കളാ, രണ്ട് മക്കളല്ലേ. പിന്നെ വേറെ ഉമ്മയെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ ഡബ് ചെയ്തു. ആരാധക ശല്യം കുമിഞ്ഞു കൂടാറുണ്ടോ? ശല്യമൊന്നുമില്ല, എല്ലാരും ഇഷ്ടമാണ് നമുക്ക്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ഫാൻസ് വന്നിട്ട് ഇങ്ങനെ പൊതിയാ പറയടാ. അങ്ങനെ പൊതിയാറൊന്നുമില്ല, ഇടയ്ക്ക് സെൽഫി ഒക്കെ എടുക്കും, സന്തോഷം. പൊതിയേണ്ട പരിവായില്ല, ആയില്ല, ഇതോടുകൂടി ആകും തോന്നും. നിങ്ങളുടെ തന്നെ ഡയലോഗ്സ് നിങ്ങളോട് തന്നെ പറയാറുണ്ടോ? ഓ അതേ ഉള്ളൂ, ഡെയിലി മെസ്സേജ് വരും. ബൈക്കിലൊക്കെ പോകുമ്പോ ഇതുപോലെ വിളിച്ചോണ്ട് പോകും, ഓപ്പോസിറ്റ് പോണ ആൾക്കാർ. ഓപ്പോസിറ്റ് പോണ ആൾക്കാരൊക്കെ കാട്ടാക്കട മുന്നേ കണ്ണിഞ്ഞൊക്കെ വിളിച്ചോണ്ട് പോകും. അത്രേ ഉള്ളൂ. ഈ കാട്ടാക്കട എവിടെയാന്നുള്ള ഡയലോഗേ ആ ഒരു വീഡിയോയും ഭയങ്കര വൈറലായിരുന്നു. അതിന്റെ ഒരു കഥ എന്താ? അത് നിങ്ങൾ റിയൽ ലൈഫിൽ അങ്ങനെ എവിടെയാ ഇത്? ലൈറ്റ് അവിടെ ഇങ്ങോട്ടോ എവിടെയായിരുന്നു? തിരിച്ചാ കൈ കെട്ടാണെങ്കിൽ പറയണേ, കൈ കൊട്ടിയാ ഉറങ്ങും. ആണോ? ഇങ്ങനെ വെച്ചോണ്ട് ഉറങ്ങും, കണ്ണിന്റെ ഇടയ്ക്കൊക്കെ ഇരിക്കും. നമ്മളെ ചിന്തിക്കുന്നതായിരിക്കും പുള്ളി ഉറങ്ങോടെ. ഞാൻ വിചാരിച്ചു നിങ്ങൾ പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. എന്താടാ നേരത്തെ ചോദിച്ചതോടാ? ഒന്നുകൂടെ ചോദിക്കും, ഞാൻ പറയാല്ലേ. ഞാൻ എന്താ ചോദിച്ചെന്ന് പറ. കാട്ടാക്കടയില്ലേ? അത് അതിന്റെ ഒരു സ്റ്റോറി എന്താ? പകുതി മയക്കമായോ? അതിന്റെ ഒരു സ്റ്റോറി എന്താ? ഷെഫ് പറ കേക്കട്ടെ. കാട്ടാക്കട എവിടെ? ഓക്കെ, ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഞാനാ എനിക്കൊന്നും പറ്റിയില്ല. ഞാനല്ലാമ അവനാണ് കയറി വന്നത്. അവനാണ് കൊണ്ടുവന്ന് കയറിയത്. ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. നീ നടക്കുന്ന നാട്ടിൽ അവരുടെ നാക്കില്ല എത്ര ഇത് ഏരി വേറെ കേട്ടാ. ഇവനൊക്കെ അവിടെ സ്പീഡിൽ വരെയായിരുന്നു. കൂടിയ വണ്ടികളും എടുത്ത് നീ എവിടെ കാട്ടാക്കട വണ്ടി മൊത്തം പോയെന്ന്. നീ കാട്ടാക്കട എവിടെ ഉള്ളത്? നീ എന്താ ഇത്ര പോക്ക്? നീ കാട്ടാക്കട എവിടെ ഉള്ള? നീ ഇത്ര പോക്ക് നിനക്ക് ഇത്ര സ്പീഡ് എന്തിനാ അമ്മായി? നീ ഇപ്പൊ നിങ്ങൾ താന്നാന്തിരി എന്തിനുണ്ട്? എന്തര് എന്തര് അത്? നീ കാട്ടാക്കട എവിടെ ഉള്ള? കാട്ടാക്കട ജോലിയുള്ള പട്ടാളത്തിൽ ജോലിയുള്ള ചന്ദ്രനെ അറിയാൻ നമുക്ക് കാട്ടാക്കടയൊക്കെ അറിയാന്നുള്ള തന്നെ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നുണ്ട്. പട്ടാളത്തിൽ ജോലിയുള്ള ചന്ദ്രനെ അറിയാമോടെ? നീ തന്റെ കട്ടകട ആരാ പോയി? നീ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്.
മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് നീ ലൈസൻസ് ഉണ്ടോ? പിന്നെ ഒതുക്കി തരാം. ഇതിന്റെ ഒരു സ്റ്റോറി പറ ഷെഫ് പറ. സ്റ്റോറി പറയല്ലേ? എന്തെങ്കിലും ചോദിക്കാം. ഏത് സിറ്റുവേഷനിലാണ് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് വന്നത്? റിയൽ ലൈഫിൽ നിന്നാണോ? ഇത് റിയൽ ലൈഫ് നമ്മളെ കാണുന്ന മാമറൊക്കെ ഇങ്ങനെയല്ലേ നമ്മള് വണ്ടിയൊക്കെ ആക്സിഡന്റ് ആകുമ്പോൾ ഇവിടെ വണ്ടി കൊണ്ട് ഇടിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇവിടെ വീണിട്ടുണ്ടോ? അതേ ഉള്ളൂ. ഞാൻ ഇടിക്കലല്ലേ, ഞാൻ മറിക്കല. ആള് കൂടൂലേ ഇതുപോലെ ആള് കൂടൂലേ മാമരെ? പക്ഷെ നിങ്ങളോട് കാണിക്കില്ല. ആമ്പിളരോടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പെമ്പിളരോടാ ഇങ്ങനെ കാണിക്കുന്നത്. നമ്മളെ രക്ഷിക്കാൻ ഫുൾ ആൾക്കാരാ. അതറിയാം. അത് ആമ്പിളരോട് ഇങ്ങനെ അല്ലേ, എങ്ങനെയല്ലേ പൊതുവെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റും. ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. ചെയ്തതാ. അതെ അയ്യോ, തല്ലോ. അതെ അതെ നിങ്ങൾ എന്ത് ഭയങ്കര ടഫ് ആയിട്ടിരിക്കുന്നത്? അല്ല നമ്മള് പൊതുവെ ഇങ്ങനെയാണ്. പൊതുവെ ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ കുക്കീസ് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ അതെന്താ? ക്യാരക്ടർ പിടിച്ചോണ്ടിരിക്കല്ലേ? അല്ല കൂക്കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ചില്ലായിട്ടുള്ള. അറിഞ്ഞിടാത്തോണ്ട് ഈ എല്ലാ കോണ്ടന്റ്സും റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണ്. അല്ലല്ല കുടുക്കെ പിടിച്ച് കായലിൽ കൊണ്ടുവരണേ കൊണ്ട് അതെന്തോ ഓ നമ്മള് കൊറേ ഡാർക്ക് ഒക്കെ ഉണ്ട്. അങ്ങനെ പറയില്ലേ? എത്ര ശതമാനം റിയൽ ലൈഫ്? ശതമാനം നോക്കില്ല. ഏറ്റവും ഒരു സ്ഥായിഭാവമാണ് ഇങ്ങനെ ഗൗരവത്തിൽ ഇരിക്കാന്നുള്ളത്. ഇല്ലേ? പിരിക്കൊക്കെ ഇങ്ങനെ പൊക്കി. നമ്മളോട് പോലും മിണ്ടൂല. ഞാൻ പുള്ളിയോട് മിണ്ടൂല. ഏറ്റവും വലിയ ഇൻട്രോവേർട്ട്. ഇല്ല ഇൻട്രോവേർട്ട് അല്ല, പുള്ളി മിണ്ടൂല ആരോടും. അതെന്താ മിണ്ടാത്തെ? സംസാരിക്കണം. ഊമല്ലല്ലോ, പിന്നെന്താ? ഇഷ്ടല്ലേ? ഇഷ്ടമാണ്. ഞാൻ സംസാരിക്കില്ല ഇങ്ങനെ. അപ്പൊ ഡയലോഗ് ഒക്കെ വിഷയമില്ല, അതിനോട് വിഷയമില്ല, അതുകൊണ്ട് സംസാരിക്കില്ല. ഈ ഇന്റർവ്യൂല് വിഷയമില്ല. വിഷയം ടാറ്റു ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ. ടാറ്റുവിന്റെ കഥ പറ. ടാറ്റു ഇതൊരു 5 വർഷം അടിച്ചിട്ട് ദുബായിൽ നിന്ന് അടിച്ചത്. ദുബായിലെ ഷെഫ് ആയിരുന്നു. ഞാൻ ദുബായിൽ വർക്ക് ചെയ്താ, അവിടെ ഷെഫായിരുന്നു. കോവിഡ് വന്നിട്ട് വന്നു. ഇല്ല കോവിഡ് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ തിന്നു. അവിടെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഇവിടെ വന്നു. പിന്നെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് കണ്ട് വീട്ടിൽ ചേർന്ന് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. സ്റ്റോപ്പ് ചെയ്തു. ഗേൾസ് ഫാൻസ് ഏറ്റവും കൂടുതൽ ആർക്കാ? അങ്ങനെ ഇല്ല ബോയ്സ് ഫാൻസ് ആണോ കൂടുതൽ? കൂടുതൽ നമുക്ക് കൂടുതലും ബോയ്സ് ആണ്. നിങ്ങൾ സിഗ്മ ബോയ്സ് ആയതുകൊണ്ടാണോ? ചുമ്മാ പറഞ്ഞ സിഗ്മയൊന്നുമില്ല. അല്ല അതെന്താ ഗേൾസ് ഫാൻസ് ഒന്നും ഇല്ലാത്ത? സാധാരണ ഉണ്ടാവണല്ലോ. അല്ല ഫാൻസ് ഉണ്ട്. നമ്മളങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടില്ല ഗേൾസ് ആണോ ബോയ്സ് ആണോ, ഫാൻസ് ആയിട്ട് നോക്കിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ വേറെ ഒരു വീഡിയോ കാണിച്ചുതരാം. കുറെ നേരം ഞാൻ കാണിക്കാൻ വെച്ചേക്കും. റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണോ എന്ന് പറയണേ. നല്ല കളക്ഷൻ ഡെയിലി ഇവിടെ വന്നാൽ കൊണ്ടുപോകണം. വെള്ളം എനിക്ക് ഈ ടൈപ്പിലോട് താല്പര്യമില്ലേ. എനിക്ക് അത്യാവശ്യം മെച്യൂരിറ്റി അക്കനോട് താല്പര്യം. അക്കരല്ല, എനിക്കൊരു 35, 40, 45, 50 മാക്സിമം. അതിനപ്പുറം പോലെ ഉത്തരം ആലോചിക്കുന്നതാണോ? ഉത്തരം ആലോചിക്കുകയാണോ? ഇല്ലില്ല, ചോദ്യം ചോദിച്ചില്ലല്ലോ. നല്ല ഓക്കെ, ഇതൊക്കെ റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണോ? അല്ല, അതേ പറഞ്ഞല്ലോ. പിന്നെ ഇത് എടുത്തോണ്ട് എന്നാലും വെറുതെ ചോദിക്കാം. ഇതൊന്നും 1% പോലും അല്ല എന്നുള്ളതാണ്. ഓ ഐ സീ. ഓ, കഴിവുള്ളവർക്ക് കണ്ടന്റിന് ഒരു ക്ഷാമവും ഇല്ലെന്നൊക്കെയാണ് കമന്റ്സ് വരുന്നത്. ഇത് നിങ്ങളുടെ കഴിവാണോ എക്സ്പീരിയൻസ് ആണോ? ടഫ് ക്വസ്റ്റ്യൻ. കുറെ എക്സ്പീരിയൻസും കുറച്ച് കഴിവും. 90% എക്സ്പീരിയൻസ്. ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ്. എക്സ്പീരിയൻസ് ആണ്. കൊടുക്കും ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിൽ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇല്ല, ഈ വീഡിയോയിലാണോ? ഈ വീഡിയോയിലാണ് മനസ്സിലായി. സ്ക്രിപ്റ്റ് പറഞ്ഞു ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. ചെയ്യോ? അപ്പൊ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോ എപ്പോഴെങ്കിലും പറയാറുണ്ട്? വായിക്കാനൊന്നുമില്ല, എഴുത്തൊന്നുമില്ല. പിന്നെന്താ ഉള്ളേ? സ്പോട്ട് ഇംപ്രവൈസ് പറഞ്ഞു കൊടുക്കും, ഫ്രെയിം പറഞ്ഞു കൊടുക്കും, എന്ത് പറയണം എന്നുള്ള പറയാം, അത്ര തന്നെ. അല്ലാതെ എഴുത്തും നോക്കി വായനയൊന്നുമില്ല. ഓ, അപ്പൊ ഇങ്ങനെ എഴുതിയ സീന് ഡയലോഗ് ഒന്നുമില്ല. ഒരാളിങ്ങനെ ഒരു ഐഡിയ പറയും, അതങ്ങ് ഷൂട്ട് ചെയ്യും, സ്പോട്ടിൽ വരുന്ന ഡയലോഗ്സ്. എല്ലാ വീഡിയോസും അതെങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാണ്ട് അത് എങ്ങനെയാ അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്? സ്ക്രിപ്റ്റ് എഴുതി ശീലമില്ല, പണ്ടോട്ടെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യും. അത് പറഞ്ഞു കൊടുത്താൽ ഏകദേശം ക്യാച്ച് ചെയ്യും പെട്ടെന്ന്. ഭയങ്കര വലിയ ആൾക്കാരെ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോസ് അല്ലല്ലോ. പണിയില്ലാതൊന്നുമില്ല, ഇതെല്ലാം മനസ്സിൽ ആലോചിച്ച് വെക്കണ്ടേ, ഒന്നും വിടാതെ.
അതെന്തോന്ന് സംസാരം? അതല്ല അപ്പൊ അത് നമ്മൾ ഒരുപാട് പണിയെടുത്ത് ഇവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കഷ്ടപ്പാടില്ല, ഈസി. ഇല്ല, ഓരോ സീനും അപ്പോഴപ്പോഴേ കൊടുക്കുള്ളൂ. നേരത്തെ അങ്ങനെ ഇത് അങ്ങനെ പറഞ്ഞില്ല. ആ സമയത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ശരിയാവുന്ന നേരം ചെയ്യിച്ചോണ്ടിരിക്കും. അങ്ങനെയുള്ളൂ. ഓക്കെ. ഈ നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ ഐഡിയാസ് എന്തായാലും എല്ലാവരും കൊണ്ടുവരുമല്ലോ, ഓരോ നമുക്ക് ഈ സാധനം ചെയ്തു നോക്കാം, ഇങ്ങനത്തെ ചെയ്തു നോക്കാം എന്നൊക്കെ. എന്നാലും ഒരു ഫ്ലോപ്പ് ഐഡിയാസ് കൊണ്ടുവരുന്ന ആരാ? അങ്ങനെയല്ല, ഫ്ലോപ്പ് ഐഡിയാസ് കൊണ്ടുവരാറില്ല. ഇല്ല, എല്ലാവരും കൊണ്ടുവരണമെങ്കിൽ ഞാനേ തന്നെ കൊണ്ടുവന്ന് ഞാൻ തന്നെ റിജക്ട് ചെയ്ത് വിടും. എത്ര റിജക്ട് ഇല്ല, എണ്ണിയിട്ടില്ല. അല്ല, കാര്യമായിട്ട് എണ്ണിയിട്ടില്ല. നമുക്ക് അങ്ങനെ ഒന്നൊരെണ്ണം ഫ്ലോപ്പ് ആയി എണ്ണിക്കൾ അങ്ങനെ എണ്ണിയിട്ടില്ല. ഇല്ല. ഏറ്റവും അതായത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടും പോസ്റ്റ് ചെയ്യാണ്ട് വെച്ച വീഡിയോസ് ഉണ്ടോ? ഇല്ല, ഷൂട്ട് ചെയ്താൽ പോസ്റ്റ് ചെയ്യും. എപ്പോഴെങ്കിലും റീതിങ്ക് ചെയ്തിട്ട് വീണ്ടും രണ്ടാമത് എടുത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ? ഇത് ചോദ്യം തീരുന്നതിന് മുന്നേ വൈവൊക്കെ വന്നിരിക്കുന്ന ഒരു ഫീല്. അല്ല അല്ല, ഞാൻ തന്നെ പറഞ്ഞു. നിങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങളുടെ സ്ലാങ്ങാ. അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാ സ്ലാങ്ങും ചെയ്യും. എന്നാലും ട്രിവാൻഡ്രം ഫാൻസ് കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഒന്ന് ചിരിച്ചിട്ടൊക്കെ സംസാരിച്ചത്. ട്രിവാൻഡ്രം സ്ലാങ് കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഐഡിയാസ്, അതായത് ഒരു ഐഡിയ വരുന്നത്, ഇപ്പൊ നമ്മളിങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കുറെ ഐഡിയാസ് വരും, അല്ലെങ്കിൽ വെറുതെ ഐഡിയാസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് ഐഡിയാസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് ഇരിക്കുമ്പോൾ ഐഡിയാസ് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഐഡിയാസ് വരുന്നത്? ടോയ്ലറ്റ് ഇരിക്കുമ്പോൾ അല്ലല്ല, അങ്ങനെ ഇന്ന സമയമൊന്നുമില്ല. ഐഡിയ വരെയാണ് ചെയ്യണം. ഇന്ന് നമുക്ക് ആലോചിച്ചാൽ അങ്ങനെയില്ല, പെട്ടെന്ന് വരും. അപ്പൊ അങ്ങ് എവിടെയെങ്കിലും ഗ്രൂപ്പ് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞാനും അവനും ചേർന്നിട്ട് അതിലങ്ങ് അതെന്താ ഈ പുള്ളിനെ ഒഴിവാക്കി? ഉറങ്ങും. നല്ല ഉറക്കപ്രിയനാണല്ലേ? ഒരു ദിവസം ഫ്രീ കിട്ടി എത്ര സമയം ഉറങ്ങും? ഫുള്ള് അല്ല, ഉള്ളി ഉറങ്ങും. വെറുതെ പറയുന്നില്ല, ഉള്ളി ഉറങ്ങും. നമ്മളൊരു 5 മിനിറ്റ് മിണ്ടാതിരുന്ന് ഇപ്പൊ ഉറങ്ങും. കൈ കെട്ടിയിരുത്തി നോക്കി, കൈ കെട്ടിയാ പോയി. പ്രൂഫിൽ അവിടെ ഉറക്കി തരും. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ സിറ്റുവേഷൻ പക്ഷെ ഇങ്ങനെയാണെങ്കിലും ഏറ്റവും ആദ്യം ഫിലിം നിങ്ങളിൽ ഏറ്റവും ആദ്യം ആക്ട് ചെയ്തത് അത്രേ ഉള്ളൂ. കഴിവ് കൂടുതൽ അവനാണ്. അത്രേ ഉള്ളൂ. അവരോടെ പറയൂല. നിങ്ങളങ്ങനെ പരസ്പരം അതായത് ഭയങ്കര അപ്രീഷിയേറ്റ് ഒന്നും ചെയ്യാറില്ല? അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ട്സ് അല്ലേ, എന്ത് അപ്രീഷിയേറ്റ് ചെയ്യാനാണ്? മോശമാണെങ്കിൽ പറഞ്ഞു കൊടുക്കും. എന്നാലും ചെയ്തത് നന്നായിട്ടുണ്ട്, അത് അത്രയും നന്നായി ഇംപ്രസ്ഡ് ഒക്കെ ആവുകയാണെങ്കിൽ ഒന്ന് സൂചിപ്പിക്കും. കൊള്ളാം. മോനെ അങ്ങനെയല്ല, ഡ്രാമയൊന്നുമില്ല. ഡ്രാമ കുറവാ, ഫുൾ റിയലാ. കുറച്ച് റിയൽ ആയിട്ട് നിൽക്കാനാണ് ഇഷ്ടം. കുറച്ച് ടഫ് ആണല്ലേ? ഇല്ലല്ല, ടഫ് ഒന്നുമില്ല. അല്ല, തോന്നുന്നതാ. ഇത് കഴിഞ്ഞ വന്നാണ് ടഫല്ല. വ്യസന സമേതം ബന്ധുമിത്രാദികള് കണ്ടിട്ട് എന്താണ് ഇവര് പറഞ്ഞത്? നല്ല അഭിപ്രായം. അത് എന്താണ് അഭിപ്രായം? ചെയ്തിട്ടുണ്ട്, അത്ര തന്നെ. ഓക്കെ, നമുക്ക് എന്തായാലും അതിലൊരു ചെറിയ സീൻ കണ്ടിട്ട് നമുക്ക് അതിന്റെ വിശേഷങ്ങൾ ഓക്കെ. മരിച്ചുപോയത് മാമാ. എങ്ങനെ മരിച്ചെന്നാണ് ചോദിച്ചേ? അറ്റാക്കായിരുന്നു. നല്ല വെള്ളമടിയായിരുന്നല്ലേ? അവരാണോ മരിച്ചത്? എങ്ങനെ ഉണ്ടായിരുന്നു ആ മൂവി സെറ്റ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയാ അതിലേക്ക് എത്തിയത്? പാൻ ഇന്ത്യൻ വീഡിയോ കണ്ടിട്ടാണ് വിളിച്ചത്. ഡയറക്ടർ എസ് ബിബിൻ, ഡയറക്ടർ എസ് ബിബിൻ, പിന്നെ ബിബിൻ ദാസ് ഏട്ടൻ, ഞാൻ വിളിച്ച് കണ്ട് വീഡിയോ കണ്ടിട്ടാണ് വിളിച്ചത്. കൊള്ളാം. നമ്മുടെ ഏത് വീഡിയോ മറ്റേ എനിക്കറിഞ്ഞില്ല, ഒരു നിന്നെ വിളിച്ചത്. നമ്മളെ സ്ലാങ് അതിന്റെ ഇതാണ്ട് വിളിച്ചത്. അത് കൂടാതെ ഇവിടെ എന്താണ് ഫിലിം വിശേഷം? അതിരടി, ബേസിലേട്ടൻ, ടോവിനോ, വിനീത് ശ്രീനിവാസൻ. മെയ് 14 റിലീസാണ്. അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോള് ചെയ്തിട്ടുണ്ട്. ഒരു കോളേജിലൊരു ആള്. അതിലേക്ക് എങ്ങനെയാ വീഡിയോ വഴി പേജിൽ തന്നെ അവർ കോണ്ടാക്ട് ചെയ്തിട്ട് എടുക്കുവാണ്. വേറെ കുറച്ച് മൂവീസ് ആയിട്ടുണ്ട്, അത് ഡീറ്റെയിൽ പറയാറായിട്ടില്ല. നിങ്ങളിങ്ങനെ ഇവിടെ മൂവീസ് ചെയ്തോ? ഇല്ല, അവനിപ്പോ കാനഡയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അവൻ പേയ്മെന്റ് ഷൂട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ
നമ്മളെടുത്തിട്ട് ഗ്യാപ്പ് അവന് അയച്ചു കൊടുക്കും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് അവൻ കാനഡയിൽ നിന്ന് ആ വീഡിയോ എടുത്തിട്ട് അയക്കണേ. ഓ അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇവിടെ കയറ്റുക ചെയ്യണേ. കൂടുതലും കോൾ വിളിക്കുന്ന കണ്ടന്റ്സിലാണ് പുള്ളി വരണേ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പോൾ അങ്ങനെ കോൾ വിളിക്കുന്ന കണ്ടന്റ് വരുമ്പോൾ പുള്ളി വരും. ആ തൊണ്ടു വീട്ടിൽ ജിതിൻ അങ്ങനെയൊക്കെ, നിസാമുകാക്കാട് ബീർ, ഇതെല്ലാം അവിടെ നിന്നിട്ടാണ്. ഓയ കഴക്കൂട്ടം, ഇതെല്ലാം പുള്ളി അവിടെ നിന്നിട്ട് ആ പുള്ളിയുടെ പോഷൻ ഷൂട്ട് ചെയ്യും. ഇവിടെ നമ്മുടെ ഇത് ഷൂട്ട് ചെയ്യും. അങ്ങനെയാണ്. അതായത് കാനഡയിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്തിട്ട്. അതെ ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, നമുക്കൊരു ടാസ്കിലേക്ക് പോവാം. അങ്ങനെ ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ഇതിൽ കുറച്ച് ടാഗ് ലൈൻസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഓരോരുത്തർ എടുക്കണം. ഒരാളിപ്പോ ഒരു ടാഗ് ലൈൻ എടുത്തിട്ട് അത് ആ ടാഗ് ലൈൻ വായിക്കുക. അത് നിങ്ങളിൽ ഇവിടെ അത് വായിക്ക് മനസ്സിലാവും. അത് വായിച്ചിട്ട് അത് നിങ്ങളിൽ ആരാണെന്ന് പറയണം. എടുക്കുന്ന ആള് പറയണം, എന്തുകൊണ്ടാണെന്നും പറയണം. സിമ്പിൾ. അവിടെ നിന്ന് എടുക്ക് ഫസ്റ്റ്. കള്ളം കാണിക്കാൻ പാടില്ല. ഓക്കെ, ഇതെടുത്തിട്ട് ഞാൻ കൊടുക്കണോ? അല്ല വായിക്കണം. കാണിക്കാം, കുഴപ്പമില്ല. കൂട്ടത്തിലെ കോഴി ആരാ? നീ. എന്നെ കൂട്ടാൻ പറ്റില്ല. അത് സത്യായി പോവില്ലേ? നമ്മളെ കോഴിയില്ല അങ്ങനെ. ആ ആണ് ഇല്ല, വായിക്കുന്ന ആളാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാ കോഴി നിന്നെയോ? ഇല്ല, നമ്മളെ കൂട്ടത്തിൽ ഇല്ല അങ്ങനെ ആളില്ല. ഉണ്ട്. പിന്നെ എങ്ങനെ അറിയാം? ഇല്ല ഇല്ലില്ല. സമ്മതിക്കും. നിങ്ങൾ പറഞ്ഞാ മതി. ഞാൻ എന്നാ പറയണ ഇങ്ങനെ. വേറെ എടുക്കാം. നീ എടുക്കും. അടുത്ത ആളെടുക്കും. പിന്നെ കാണിക്കാതിരിക്കല്ലേ. കൂട്ടത്തിലെ റൊമാൻറ്റിക്. ഞാൻ റൊമാൻറ്റിക് കണ്ടിട്ടില്ല അമ്മാരാ. റൊമാൻസ് ശരത്താണോ തോന്നുന്നു. ശരത്ത് കൈ കെട്ടിയോ? കല്യാണത്തിന് മുന്നേ അവർ ഒരുമിച്ച് അല്ല അങ്ങനെ കൂട്ടുകാരല്ലേ. ഇവന്റെ വീട്ടിൽ പോകും. അവന്റെ കുഞ്ഞിലെ കുഞ്ഞിലെ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ. അങ്ങനെ അറിയാം അവർക്ക്. സ്വാഭാവികം. ഒരെണ്ണടാ തിന്നാളല്ലേ. കമന്റടി വിദഗ്ധൻ. കമന്റടി വിദഗ്ധൻ. GP അഖിൽ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല നമ്മള് കമന്റ് മീൻസ് ഉദ്ദേശിച്ച അതിലാണ്. അതല്ലല്ലോ, ഒരാൾ നടന്നു പോകുമ്പോ കമന്റ് അടി. കൊച്ചു പിള്ളേരാ. നിങ്ങക്ക് എത്ര വയസ്സുണ്ട്? പറ. എനിക്ക് 29. നമുക്ക് അത്രയൊക്കെ തന്നെ. പിന്നെ കുഴപ്പമില്ല. കമന്റ് അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടോ? അതിനിപ്പെന്താ? ഞാൻ നല്ലൊരാൾ നടന്നോ? ഞാൻ പറഞ്ഞ കൊള്ളാം. അവരോട് പോയി പറയോ? നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ മനുഷ്യരല്ലേ. നമ്മൾ പറഞ്ഞില്ലല്ലോ. നീ അടുത്ത കുലുക്കട്ടെ. ചെറുതൊരു പീസ് പൂവാലൻ. ഇതൊക്കെ ഉള്ളാടേ. നല്ല കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഈ കോഴിയും പൂവാലിനെ കൊന്നല്ലേ? രണ്ടാണോ? അല്ല, ഒന്നാണോ രണ്ടാണോ? രണ്ടാ. എന്ത് വ്യത്യാസം എന്ന് പറഞ്ഞേ? എന്നാ ഞാൻ അതിന് ഉത്തരം പറയാം. കോഴി തിന്നുന്നത് പൂവാലൻ. പുള്ളി കോഴി തിന്നണ കോഴിയാണ് പുള്ളി. പൂവാലയില്ല നമ്മളെ കൂട്ടത്. ഓക്കെ, എനിക്ക് മാത്രമേ കിട്ടുന്നില്ല. ഇവിടെ അങ്ങനെയാ. കൂട്ടത്തിലെ വായി നോക്കി. ഇത്
ഇത് ആരുണ്ടാക്കിയത്? ഞാനല്ല കേട്ടോ. ഇതെല്ലാം ഒന്ന് തന്നെ. അതെല്ലാം നീ ഒന്നുകൂടെ എടു അല്ലേ ഒന്നുകൂടെ എടുപ്പിട്ടോ. മോശം വല്ലതുപോലെ എഴുതിയിട്ടുണ്ടോ? പൂക്കി. ആ പൂക്കി സത്യം കേട്ടിട്ടുള്ളൂ, എന്റെ അർത്ഥം അറിയത്തില്ല. ഭയങ്കര ക്യൂട്ടായിട്ട് ഈ നമ്മളെ ക്യൂട്ടാ. ഇങ്ങനെ ആ എന്താ നിങ്ങളൊക്കെ ക്യൂട്ടല്ലേ? മുതുക്ക് കാളുകളല്ലേ? മീശ വിളിച്ചാലും ക്യൂട്ടാ. ആരെ പൂക്കി? ഓക്കെ, പൂക്കി അതായിരിക്കും പുള്ളി. അതായിരിക്കും കണ്ടിട്ട് അതാണെന്ന് തോന്നുന്നു. ആ അതെ ലക്ഷ്മി. ഓക്കെ, സിഗ്മ മെയിൽ. ആ സിഗ്മ. പിന്നെ പറയാനാ ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു. അത് പറഞ്ഞു അറിയിപ്പിച്ചല്ലേ? അല്ലല്ല അതെത്തിങ്ങനെ പോകൂലേ പറഞ്ഞത്? ഇതന്നെ ഇടും ഞങ്ങൾ കാണിച്ചത്. നിതിൻ ആണോ? ഒന്നുകൂടെ ഉണ്ട്. എന്തുകൊണ്ടാ സിഗ്മ എന്ന് പറഞ്ഞത്? എടുത്തല്ലേ ഇതിട്ടാളിയാ നീ? അതിന് അർത്ഥം അറിഞ്ഞൂടാ, അതാണ് അർത്ഥമുള്ളതെല്ലാം പുള്ളിക്ക് ഞാൻ കൊടുക്കും. അതാണ് പുള്ളി. പുള്ളി ഭയങ്കര ടഫ് ആൻഡ് റഫ് ആയിട്ടുള്ള പിന്നെ ഒരാളാണ്. കൊള്ളാം, റഫാണ്. ആണല്ലേ? ടഫും കൂടെ പെൺപിള്ളേരൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമാണ്. അതെനിക്കറിയാൻ വയ്യ. ഐഡിയ എന്തോന്നു? ഒരു 12 സിഗ്മ മേലൊക്കെ ഇതിനകത്ത് കിടക്കണം. ഭയങ്കര തല്ലോ. കമന്റ് അടി ഇതൊക്കെ നടക്കണം. ഇത് ശരത്തിന്റെ വിലയാണ് കേട്ടാ. അത് എന്റെ അല്ലടാ. നീ നിനക്ക് കിട്ടിയ പുള്ളി കാര്യം കപ്പലിന്റെ തന്നിട്ട് തൊലിയാനത് കലിപ്പൻ. ആ കലിപ്പൻ ഇല്ല. അഖില അല്ല അത് താങ്കളാണ് കലിപ്പൻ. അഖില് അവന്റെ ചോദിച്ചു അഖില് ആണോ? പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന കലിപ്പാണ്. ഈ പാവം പിടിച്ച മുഖത്ത് അത് വീഡിയോ കൊച്ചു പിള്ളേരെ കുറേ അടിച്ചോ. കൊച്ചു പിള്ളേരെ ഇവൻ വാരി പറക്കെടുത്തിട്ട് അടിക്കും. ഉശോ. പിന്നെ പക്ഷെ എനിക്ക് നിതിനാണ് കലിപ്പൻ എന്നാണ് തോന്നുന്നത്. അത് എന്നെ കണ്ട അങ്ങനെ തോന്നണോ? ഇത്ര നേരം സംസാരിച്ചില്ലേ നമ്മള്, എന്നിട്ട് എനിക്ക് തോന്നുന്നത് കലിപ്പൊന്നുമില്ല. കലിപ്പുണ്ട്. പാവമാണ്. എന്നാ കുറച്ച് പാവത്തിനെ പോലെ സംസാരിക്കുന്നു. പാവാൻ. അതെ അതെ. നമ്മൾ സംസാരിക്കും, നമ്മളെ സ്ലാങ് കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് നമ്മൾ ദേഷ്യം. ആറ്റിറ്റ്യൂഡും. ഇല്ലില്ല. കാരണം ക്യാമറ ഓഫ് ആക്കുമ്പോ ഇങ്ങനെയല്ല കേട്ടോ ഗൈസ്. അതെങ്ങനെയാ പറഞ്ഞു ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.